ആ ഇപ്പം നേരത്തെ എലിക്ക് വേദന സുഖമായെന്ന് പറഞ്ഞ ആളിവിടെ ഉണ്ട്. അദ്ദേഹത്തിനാണ് എലിക്ക് വേദന സുഖമായത്. ഓക്കെ, അത് ആ സമയത്ത് അത് സുഖം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒരു സന്ദേശം, എന്താ പേര് പറഞ്ഞേ? ജോൺസിക്ക് ഇന്നലെ ഒരു സന്ദേശം ഉണ്ടായിരുന്നത് ഇതായിരുന്നു: ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. ഇങ്ങനെ ഒരു സന്ദേശം. അപ്പം ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ ഡെലിവറൻസിനെ കുറിച്ചെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേട്ടു, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. അപ്പം എന്താണ് ഈ കരുത്തെന്ന് പറഞ്ഞാൽ എന്തോരം പ്രാർത്ഥിക്കണം കരുത്ത് കിട്ടാൻ? അപ്പം ഈ ഡെലിവറൻസിന് നമ്മുടെ ഈ സങ്കീർത്തനത്തിലെല്ലാം പറയുന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യരൂപത്തിൽ ഞാൻ പറയാം. അതിങ്ങനെയാണ്. ഞാനൊരിക്കൽ, ഇപ്പം ഞങ്ങളെല്ലാം വർഷങ്ങളോളം മണിക്കൂറുകളോളം നിത്യാരാധനയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സൗകര്യം കിട്ടുമ്പം ഒരു ഫുൾ ഡേക്ക് ഈശോൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും, തപസ്സിരിക്കും, ഈശോ പറയണത് കേൾക്കും. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുകയും ഈ യൂറോപ്പിലെ ഒരു പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാനൊരു ദിവസം മുഴുവനും തപസ്സിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ചാണ് എനിക്ക് ഒരു ദിവസം ഒരു ഫ്രീ ഡേ ഉണ്ട്, ഒരു ഫ്രീ ഡേ. അങ്ങനെ വളരെ അപൂർവമാണ്. ഒരു ദിവസം എൻ്റെ കലണ്ടറിൽ ഒരു ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം ഫ്രീ ഉണ്ടിട്ടാ, നമുക്ക് ബ്രദറിനെ വിളിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും. അങ്ങനെയും ആൾക്കാർ നമ്മളെ കണ്ടുപിടിക്കാറുണ്ട്. എനിവേ, അപ്പം അന്ന് ഞാൻ എൻ്റെ കൂടെ 1-2 പേരും കൂടി ഒരു ചാപ്പലിൽ ഫുൾ ഡേ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇങ്ങനെ കർത്താവ് പറയാണ്, എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. അപ്പം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി, ഇതെവിടെയോ ബൈബിളിലുള്ളൊരു വചനമാണ്. പക്ഷേ വീണ്ടും പറയാണ്, എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. അതേ കർത്താവേ, സമ്മതിച്ചു, അതറിയാം. പിന്നെ ഞാൻ ആകാംക്ഷ കൊണ്ട് അത് എവിടെ എഴുതിയേക്കണമെന്ന് കണ്ടുപിടിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, പത്രോസിൻ്റെ 2 പത്രോസ് 3:8 വീണ്ടും പറയാണ്, എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. അപ്പം കാര്യം സീരിയസ് ആയി. അപ്പം ഈശോ 3 പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ അങ്ങ് ഇതിനകത്തുനിന്ന് അർത്ഥമാക്കണേ? അപ്പോൾ ഈശോ പറയാണ്, നീ ഇപ്പോൾ എൻ്റെ സന്നിധിയിലാണ്, നീ ഇപ്പോൾ എൻ്റെ സന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ സന്നിധിയിൽ നീ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു. ഇനി നാളെ രാവിലെ വരെ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസം പൂർത്തിയാവും. മനസ്സിലായ? രാവിലെ 8 മണി മുതൽ ഇപ്പോൾ വൈകുന്നേരം 5 മണി വരെ ആയി. നാളെ രാവിലെ വരെ നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വചനം പൂർത്തിയാവും. എന്താണ് വചനം പറയണേ? എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. വാവ്! പെട്ടെന്ന് എൻ്റെ അകത്ത് 2 പത്രോസ് 3:8 നോക്കിയേ. അതെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. 24 മണിക്കൂർ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഇരുന്നാൽ 1000 സംവത്സരങ്ങളുടെ കൃപ എനിക്ക് കിട്ടുന്നു.
ഞാനങ്ങ് വിതുമ്പാൻ തുടങ്ങി, ഞാനങ്ങ് ജ്വലിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം. അവരും ഇതങ്ങ് മനസ്സിലാക്കിയിട്ട് അവർക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തമായി. ഉടനെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും വിളിച്ചത്, ഒരു പുതിയ സംഭവം കിട്ടിയിട്ടുണ്ട്, എക്സൈറ്റ്മെന്റ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, തീർച്ചയായിട്ടും ഞാൻ ഇരിക്കാം. അപ്പൊ ദൈവാദിനത്തിന് അടുത്ത ദിവസം നമുക്ക് ധ്യാനമില്ല. അടുത്ത ദിവസം ഉച്ച കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പൊ അതുവരെ ഐ ക്യാൻ സ്റ്റേ. അപ്പൊ ഞാൻ അവിടുത്തെ ഈ പെർമിഷൻ തന്ന അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ ഒന്ന് ഞാനിവിടെ ഇപ്പൊ കർത്താവ് പറഞ്ഞതൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ എനിക്ക് ഫുൾ നൈറ്റ് ഇരിക്കണമെന്നാണ്. അപ്പൊ ഇത്രയും നേരം ഇരുന്നില്ലേ, അത് പോരെ? ഇല്ല അച്ഛോ, ഒന്ന് പ്ലീസ് അലൗ മീ, എനിക്കൊന്ന് കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്, അതുകൊണ്ട് രാത്രിയും കൂടി ഇരിക്കാൻ തോന്നാണ്. ഓക്കെ ഓക്കെ, ഡോണ്ട് മേക്ക് ബിഗ് നോയ്സ് ആൻഡ് ഓൾ എന്നൊക്കെ പറഞ്ഞു സമ്മതിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ ചോദ്യം, എന്താ പ്രാർത്ഥിക്കണേ? ഈ രാവിലെ മുതൽ വൈകുന്നേരം എന്താ പ്രാർത്ഥിച്ചേ? ഇനി രാത്രി മുഴുവൻ എന്താ പ്രാർത്ഥിക്കണേ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കർത്താവുമായിട്ട് എൻ്റെ പ്രധാന പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുമായിട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുക എന്നുള്ളതാണ്. ലയിച്ചിരിക്കുക, ആ ഇൻറ്റിമസി എന്ന് പറയും, ഇൻറ്റിമസി, കോൺടെംപ്ലേഷൻ. അപ്പൊ ഈ കോൺടെംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മാതിരി പലരും ഒരു മെഡിറ്റേഷനെയാണ് കോൺടെംപ്ലേഷൻ ഉദ്ദേശിക്കുന്നത്. കോൺടെംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ അല്ല. There are 3 types of prayer. ഒന്ന് ഓറൽ പ്രെയർ, വോക്കൽ പ്രെയർ, മറ്റൊന്ന് മെഡിറ്റേഷൻ, അനദർ ഈസ് കോൺടെംപ്ലേഷൻ. അപ്പം ഈ വോക്കൽ നമ്മൾ സാധാരണ വെർബലായിട്ട് പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ്, അല്ലെങ്കിൽ കൊന്ത ചെല്ലണം, ഇതൊക്കെ. പക്ഷെ കൊന്ത ചെല്ലുമ്പോഴും കുരിശിൻ്റെ വഴിയെല്ലാം ചെല്ലുമ്പോഴും ഇറ്റ് ഈസ് എ മെഡിറ്റേറ്റീവ് പ്രെയർ. അതായത് പണ്ട് നടന്ന ഒരു സംഭവത്തെ നമ്മളിപ്പം മനസ്സിൽ ധ്യാനിക്കുകയാണ്. That is another school of prayer. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർപ്പ്, ഇതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്യുമ്പോൾ ആ സംഭവമായിട്ട് നമ്മൾ ഒന്നാകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ കോൺടെംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പേര് മുഖാമുഖം, അല്ലെങ്കിൽ നമ്മൾ 2 പേര്, അല്ലെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചായിരിക്കുന്ന ഒരവസ്ഥയാണ് കോൺടെംപ്ലേഷൻ. ഇറ്റ്സ് എ ഇൻറ്റിമസി. മണവാളൻ മണവാട്ടിയുമായിട്ട് ഒന്നാകുന്നു. അങ്ങനെ ആ ഒന്നാകുന്ന അവസ്ഥയിൽ ഏറ്റവും വലിയ ഒരു, വാസ്തവത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വിവാഹിതരായതുകൊണ്ട് ഈ കോൺടെംപ്ലേഷനെ കുറിച്ച് അമ്മ ത്രേസ്യയുടെ അഭ്യന്തര കർമ്മങ്ങളിലും യോഹന്നാൻ ക്രൂസിൻ്റെ പുസ്തകങ്ങളിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇന്റർകോഴ്സ് ആണ്. അതായത് ആത്മീയമായ ഒരു ലയനം. ശരിക്ക് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാകുന്ന മണവാട്ടിയുടെ ഉള്ളിലേക്ക് യേശുവാകുന്ന മണവാളൻ തുളച്ച് കയറി ഒരു ഇന്റർകോഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതുപോലെ ഒന്നായി ആ പുരുഷനിലുള്ള സത്ത, ബീജം ആ ആത്മാവിലേക്ക് ഒഴുക്കുകയാണ്. ഇതാണ് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും നമ്മിലേക്ക് ഒഴുകുന്ന വലിയ ഒരു നിമിഷമാണ് ഈ കോൺടെംപ്ലേഷൻ. ഇതിപ്പോൾ നിങ്ങളായതുകൊണ്ട് ഞാൻ ഇത്ര തുറന്ന് പറഞ്ഞതാണ്. ഒരിക്കൽ ഈ കോൺടെംപ്ലേറ്റീവ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചു. അപ്പം ഞാൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് അവർക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം അതിൻ്റെ സുപ്പീരിയറിനോട് പറഞ്ഞ്, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, അപ്പോൾ എനിക്കത് കറക്റ്റ് ചെയ്യാം. അവർ കുറേ ചിന്തിച്ചിട്ട് ഒറ്റ കാര്യം കണ്ടുപിടിച്ചുള്ളൂ, ഈ വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഏത്? സ്പിരിച്വൽ
ഇന്റർ കോഴ്സ് എന്ന് ഞങ്ങൾ പറയാറില്ല. ഒരുപക്ഷെ നിങ്ങൾ ഫാമിലിക്കാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കാം. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു സ്പിരിച്വൽ മാരേജ് എന്നാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ, ക്ഷമിക്കണം, ഞാനപ്പോൾ അത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇവരോട്, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് ക്ഷമിക്കണം, ആക്ച്വലി അതൊരു സ്പിരിച്വൽ മാരേജ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർ സമാധാനമായി. പക്ഷെ ഒരു കന്യാസ്ത്രീ വന്നിട്ട് പറഞ്ഞ്, അല്ല, അത് ശരിക്കും ഒരു ബോഡിലി ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു കന്യാസ്ത്രീക്ക് അത് ഭയങ്കര അനുഭവമായി ആ വാക്ക് ഉപയോഗിച്ചത്. മാത്രമല്ല, ഐ ലെഡ് ദം ഇൻ ടു ദാറ്റ് ഇൻറ്റിമസി. അതിപ്പോ ഒരു വലിയ അനുഭവമായിട്ട് അടുത്ത് എന്നെ വീണ്ടും ധ്യാനിപ്പിക്കാൻ വിളിച്ചേക്കാണ്, ഇൻറ്റിമസിയിലേക്ക് വരാൻ. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ അമ്മ ത്രേസ്യയും ജോൺ ഓഫ് ദ ക്രോസും എഴുതിയിരിക്കുന്നതെങ്കിലും അത് പലരും ആ രീതിയിൽ പറയാറില്ല ഈ പ്രശ്നം കൊണ്ട്. അത് നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ വാസ്തവത്തിൽ ശരിക്കും ഇപ്പം നമ്മൾ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോൾ ആ ഏറ്റവും ഒന്നാകുന്ന അവസ്ഥയിൽ നമുക്കവിടെ വാക്കുകളില്ല. അവിടെ എന്തുണ്ട്? സ്നേഹം മാത്രം, ലയനം മാത്രം. ബാക്കിയെല്ലാം നമ്മൾ മറക്കുന്നു. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അതാണ് ഈ സോങ് ഓഫ് സോങ്സിൻ്റെ എല്ലാം അന്തരാർത്ഥം. അതിൻ്റെ മുഴുവനും അന്തരാർത്ഥം അതാണ്. അതാണ് സ്പിരിച്വൽ കാൻഡിക്കിൾ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ കർമ്മലവലയേറ്റം ആയാലും ഇരുണ്ട രാത്രി, ഇതെല്ലാം വായിക്കണം. എനിവേ, അപ്പോൾ ഞാൻ അധികം സമയവും ഈ കോണ്ടംപ്ലേഷനാണ് എൻ്റെ പവർ. അപ്പം അവിടെ ഞാനൊന്ന് ലയിക്കുമ്പോൾ, അപ്പം അതിൻ്റെ ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് നമ്മളിൽ പല വിചാരങ്ങൾ വരാം. പക്ഷെ ആ പല വിചാരങ്ങൾ തന്നെ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയാണ്. വാസ്തവത്തിൽ ഈശോ നമ്മളെ എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ കൂടി വേണ്ടിയിട്ട് ഈശോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കും. എന്നേക്കാൾ ഉപരിയായി നീ ഇതിനെ സ്നേഹിക്കുന്നോ? അപ്പം ഞാൻ പറയില്ല, നോ നോ നോ, ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഈശോന് സന്തോഷമായി. ഇങ്ങനെ നമ്മൾ മുന്നേറുകയാണ് ചെയ്യണത് അതിനകത്ത്. അപ്പം അവിടെ ഇങ്ങനെ ഓരോ ഇത് വരണത് ഈ അടുപ്പിൽ ചെറിയ നുറുക്ക് ഇട്ടുകൊടുക്കണമാതിരി തീയായിട്ട് അത് വരും. അത് എനിവേ, അപ്പം ഞാൻ എന്താണ് ഈ ഒരു രാത്രി മുഴുവൻ എന്ത് പ്രാർത്ഥിക്കും, ഒരു ദിവസം മുഴുവൻ എന്ത് പ്രാർത്ഥിക്കും എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഒന്ന് നമ്മുടെ ഒരു 3 മണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രെയർ പ്രാർത്ഥിക്കാം, നമ്മുടെ പേഴ്സണൽ പ്രെയർ. അപ്പം അതിലൂടെ നമ്മൾ ശുദ്ധീകരണം നടക്കണം. പിന്നെ സങ്കീർത്തനങ്ങളാണ്. അപ്പം ആ സങ്കീർത്തനങ്ങൾ ഈശോ പ്രാർത്ഥിക്കണം നമ്മളോടൊപ്പം, മാതാവ് പ്രാർത്ഥിക്കണം. അത് ഭയങ്കര ഒരു ലഹരിയായിട്ട് വരും. ഏതെങ്കിലും 1-2 സങ്കീർത്തനങ്ങളെ ധ്യാനിച്ച് ഈ ക്രിസ്റ്റോസെൻട്രിസിറ്റി, ക്രിസ്തു വിജ്ഞാനീയത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ. എനിവേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ രാത്രി മുഴുവനും ആയി. പാതിരാത്രി ആയപ്പോഴേ ഭയാനകമായ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാതിരിയുള്ള ഒരു ഉഗ്രൻ ഹിപ്പോപ്പൊട്ടാമസ് അലറിക്കൊണ്ടുവരുന്നു. നമ്മളിതെന്താ കർത്താവേ? അതൊരു വലിയ പിശാചാണ്, അതൊരു ഭയങ്കര ഈവിൾ സ്പിരിറ്റാണ്. അതിന് നീ ഇന്ന വചനം ഉപയോഗിച്ച് അതിനെ നിഷ്കാസനം ചെയ്യുക. നമ്മളങ്ങ് പേടിച്ചു പോണമായിരുത്ത ഒച്ചയും ബഹളവും എല്ലാം ആകാൻ തുടങ്ങി. ഒച്ച ഇന്റേണലായിട്ട് കേൾക്കണം, പുറത്തൊന്നും കേൾക്കണില്ല.
നമ്മൾക്കാണെങ്കിൽ സ്വതവേ ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ ഇച്ചിരി ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കാനാണല്ലോ നമ്മുടെ ഒരു സുഖം. പക്ഷെ ഇവിടെ അച്ഛൻ പറഞ്ഞേക്കുന്നത് രാത്രിയാണ്, നമുക്ക് ഇത്തിരി ഒച്ചയെടുത്താലേ പിശാച് പോകുള്ളൂ. പക്ഷെ പിശാചിൻ്റെ അടുത്ത് ഒച്ചയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വാസ്തവത്തിൽ. ഈ ഒച്ചയെടുക്കാണ്ട് തന്നെ പിശാച് പോകും കേട്ടോ. എനിവേ, അപ്പൊ അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ വേറൊന്ന് വരണം. ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ ഭയങ്കര ഒരു ഫൈറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ശാന്തമായി. ഇപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് ഇന്നേ വരെ എനിക്ക് ഇങ്ങനെയുള്ളൊന്ന് കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ എന്തോരം നാളായി പ്രാർത്ഥിക്കണതാണ്. അപ്പൊ കർത്താവ് പറയാനേ, നീ മാക്സിമം 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും. ഈ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഈ പിശാചൊന്നും പോകുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? ആ പൗലോസ് പറഞ്ഞു, അവസാനമായി കർത്താവിലും അവന്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോ വലിയ പിശാചുക്കളെ ബഹിഷ്കരിക്കണമെങ്കിൽ കൂടുതൽ കരുത്തും കൂടുതൽ ആത്മീയ വീര്യം നമ്മളിൽ വേണം, അല്ലാതെ പോയില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ മുറ കണ്ടുപിടിച്ചു. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഷാജി, ഷിമ്മി, നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇപ്പോൾ ട്രെയിൻഡാണ് ഇതിന്. അപ്പം ഞങ്ങൾ പറയും 24 hours മാറി ഇരുന്ന് ഒരാൾ 24 മണിക്കൂറും പ്രാർത്ഥിക്കുക. എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000. അപ്പോൾ എന്നിട്ട് കർത്താവിനോട് പറയണേ, ഞാനിത് എത്ര നാളായി പറയണം, ആരും ഇത് ചെയ്യണില്ല. ഒരാള് ഒരു മനുഷ്യായുസിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയണം. ഒരാളുടെ മനുഷ്യായുസിൽ ഒരു പ്രാവശ്യമെങ്കിലും 24 മണിക്കൂറും ഈശോയുടെ അടുത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആവണം. എന്നാ ശരി, അഡ്മിറ്റ് ആക്ക്. നമ്മളവിടെ കിടപ്പായി, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഹാൾട്ടർ വെക്കണം, 3 ദിവസം കിടക്ക്. ഹാൾട്ടർ വെച്ച് 3 ദിവസം. ഇതിനൊക്കെ നമ്മൾ റെഡിയാണ്. ഞാനങ്ങനെ ചിന്തിക്കണത്. ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇവിടെ അഡ്മിറ്റായി കിടക്കണം, ഒരു ഒബ്സർവേഷൻ ആണ്. ഓക്കെ, എല്ലായിടത്തും ഫോൺ വിളിച്ച് പറഞ്ഞു അഡ്മിറ്റാണ്. അങ്ങനെയെങ്കിലും ചിന്തിക്കണം, കർത്താവേ എന്നെ അങ്ങ് അഡ്മിറ്റാക്ക്. എന്തിനു പറയണു? ഞങ്ങള് ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ കണ്ടുപിടിച്ച വലിയ ഒരു ബോംബാണതൊരു ബോംബ്. അപ്പൊ ഈ ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ഈ അടയാളം ഉണ്ട്. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു പറഞ്ഞാൽ ചുമ്മാ ഹരിയാസ് ആയ കളിക്കണമാതിരി അങ്ങ് ഓടുന്ന സംഭവം അല്ലത്. അതിനുവേണ്ടി നമ്മൾ പൗലോസ് പറഞ്ഞേക്കണത് അവസാനമായി കർത്താവിലും കർത്താവിൻ്റെ. അപ്പൊ എനിക്കെന്തോ നിങ്ങളോട് ഇപ്പൊ ഈ സന്ദേശം കൊണ്ടാണ് അത് പറയാൻ കാരണം. ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന സന്ദേശങ്ങൾ ആ വ്യക്തിക്ക് മാത്രമാവണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് സമയമെടുത്ത് സൗകര്യമായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തിയിട്ട് എനിക്ക് അതിൻ്റെ പറ്റിയ ഒരു ടൈമിങ് ഇങ്ങനെയാണ്. രാവിലെ മുതൽ നമ്മൾ ഒരുങ്ങുക, കിടന്നുറങ്ങുക, ഒരു ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 6 മണിയാവുമ്പോൾ കുറച്ചെന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും കുടിച്ച് ഒരു 7-8 മണിയാവുമ്പോൾ പ്രാർത്ഥിക്കാൻ കയറുക. പിന്നെ അടുത്ത ദിവസം 8 മണി വരെ നമ്മൾ വേറെ ഒന്നിലും ഇടപെടാതെ അത്യാവശ്യം കഞ്ഞിയോ അത് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പം നിങ്ങൾ കഴിക്കണമായിട്ടൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ അതിൽ ലഘുവായിട്ട് കഴിച്ചാൽ വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് 24 മണിക്കൂർ ഇരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു 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 പവർ ഹൗസാണ്. അപ്പോൾ
എവിടെയാണ് സൗകര്യം? ഇപ്പൊ പല സ്ഥലത്തും നിത്യാരാധന ചാപ്പലുകളുണ്ടല്ലോ. നിങ്ങളുടെയോ ഓഫീസിലുണ്ടല്ലോ. അപ്പൊ അവിടെ തന്നെ നിങ്ങളൊരു പ്ലാനിങ് ചെയ്തിട്ട് ആഴ്ചയിലൊരിക്കലോ എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ ഒരു പുതിയ ശക്തിയായിരിക്കും. എൻഡ് ഓഫ് ദ ഡേ, അതായത് നമ്മൾ ദൈവിക ശക്തിയെ നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രധാന തത്വങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വരങ്ങൾ ഉപയോഗിക്കണം, പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകമാണ്. വരങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും അഭിഷേകമില്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നില്ല. എത്ര സമയം നിങ്ങൾ പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ നിർത്തിയാൽ മതിയല്ലോ. ഇപ്പൊ ഈശോ തന്നെ 30 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. 30 വർഷം ആള് രാവും പകലും സങ്കീർത്തനങ്ങളാലും പ്രാർത്ഥനയിലും നിറഞ്ഞങ്ങ് ചാർജാകായിരുന്നു. 30 വർഷം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗം തുറക്കപ്പെട്ടു. ഇതൊക്കെ നേരത്തെ പദ്ധതി ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് ഈശോ പ്രഘോഷണം ആരംഭിച്ചിട്ട് ആദ്യം പറഞ്ഞെന്തോ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ അഭിഷേകമാണ് ഇവിടുത്തെ സെൻട്രൽ പോയിന്റ്. കർത്താവിൻ്റെ ആത്മാവ് യേശുവിൽ പണ്ട് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? കർത്താവിൻ്റെ ആത്മാവിലൂടെയാണല്ലോ ഈശോ ജനിച്ചത്. ആ ഈശോയുടെ ജനനത്തിൽ പ്രവർത്തിച്ച ആത്മാവിന്റെ പ്രവർത്തനം ഒന്ന്, എന്നാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഇനി പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനം മറ്റൊന്ന്. രണ്ടും രണ്ട് മൊഡാലിറ്റിയാണ്. ഇവിടെ എന്തിനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്? അഭിഷേകം ചെയ്തിരിക്കുന്നു എന്തിന് പറഞ്ഞേ? എന്തിന്? സുവിശേഷം പ്രഘോഷിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇവിടെയും ഈ അഭിഷേകം എന്തിനാ? അഭിഷേകം എന്തിനാ? ഫ്രിഡ്ജിൽ വെക്കാനാണോ? പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നോളൂ, അവിടെ ഇരിക്കട്ടെ, ഫ്രീസറിൽ വെക്കാനാണോ? അല്ല, ഉടനെ തന്നെ ഈശോ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിൽ ഈ അഭിഷേകം ഉണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അഭിഷേകം ഫ്രീസാവും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാറുള്ള മറ്റൊരു ഉദാഹരണമാണ്, ഈ ബൈബിളിന്റെ ബാക്ക് സൈഡിൽ ഒരു പടമുണ്ട്, ഹോളി ലാൻഡ്. ഹോളി ലാൻഡ്. ഈ ഹോളി ലാൻഡിന്റെ പടത്തിൽ കാണാം താഴെ ഡെഡ് സീ, മുകളിൽ സീ ഓഫ് ഗാലിലി. അതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ജോർദാൻ നദി. സോറി, ജോർദാൻ നദിയിലുള്ള വെള്ളമാണ് ഗാലിലി തടാകത്തിലേക്കും ചാവുകടലിലേക്കും ഒഴുകുന്നത്. എന്തുകൊണ്ട്? വൺ ഈസ് ഡെഡ് ആൻഡ് അനദർ ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഇത് എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു സിംബോളിസമാണ്. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ 40 വയസ്സ് വരെ ഞാൻ ഒരു ഡെഡ് സീ ക്രിസ്ത്യനായിരുന്നു. എല്ലാം കൂടി കിട്ടിയോട്ടെ, എല്ലാം കൂടി തന്നോട്ടെ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, എല്ലാം സ്വീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ഇങ്ങോട്ട് തന്നോട്ടെ. പക്ഷെ എന്താവുന്നു? വി ആർ ലൈക്ക് എ സ്റ്റാഗ്നന്റ് വാട്ടർ. അപ്പൊ ഈ ഡെഡ് സീ എന്തുകൊണ്ട് സ്റ്റാഗ്നന്റ്? ഇറ്റ് ഹാസ് നോ ഔട്ട്ലെറ്റ്സ്. അതിന് ഔട്ട്ലെറ്റ്സ് ഇല്ല. ബിക്കോസ് ഓഫ് ദ സീ ലെവൽ, ഇറ്റ് ഈസ് ബിലോ സീ ലെവൽ. ഔട്ട്ലെറ്റ് ഇല്ലാണ്ടാവുമ്പോ എന്ത് സംഭവിക്കുന്നു? കിട്ടുന്നതെല്ലാം കെട്ടിക്കിടക്കണം. Whereas Sea of Galilee has outlets. അപ്പൊ എൻ്റെ ഈ അഭിഷേകത്തിന്റെ കാരണം എന്താ? ഞാൻ എല്ലാ ദിവസവും ഔട്ട്ലെറ്റ്സ് ആണ്. എല്ലാ ദിവസവും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉള്ളവനെ കൂടുതൽ കൊടുക്കപ്പെടും. എന്തുകൊണ്ടാ? അവര് കൊടുത്താൽ അവൻ വീണ്ടും അത് കൊടുക്കണം മറ്റുള്ളവർക്ക്. അതുകൊണ്ട് കർത്താവിനെ എനിക്ക് കൂടുതൽ തരാൻ വലിയ ആഗ്രഹമാണ്. എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഞാനത് മറ്റുള്ളവർക്ക് കൊടുക്കണം.
ദാറ്റ് ഈസ് സീ ഓഫ് ഗാലിലി. അതുകൊണ്ട് ഓൾവേസ് ദ വാട്ടർ ഈസ് ഫ്രഷ്. അവിടെയാണ് ധാരാളം മത്സ്യം. ഈ അത്ഭുതങ്ങളെല്ലാം നടന്നത് അവിടെയാണ്. നമ്മുടെ ഡോക്ടർ പീറ്റർ ജോർജ് അല്ലേ, പീറ്റർ ജോൺ, ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടറാണ് പീറ്റർ ജോൺ. അപ്പം അദ്ദേഹം വയസ്സായപ്പോൾ മരിക്കണിക്ക് മുമ്പ് ആ സമയത്ത് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. എന്നിട്ട് പുള്ളി പറയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന് ലേക്ക് ഷോർ നിട്ടതെന്ന് അറിയോ സാറേ? അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചില്ല. പറയാണ്, ഈ തടാകത്തിൻ്റെ തീരത്താണ് യേശു എല്ലാ അത്ഭുതങ്ങളും നടത്തിയത്. അതുകൊണ്ടാണ് അതിന് ലേക്ക് ഷോർ എന്ന് പേരിട്ടത്. കണ്ടോ, ഒരു ബിബ്ലിക്കൽ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഹി വാസ് എ ജീനിയസ് മാൻ. പക്ഷെ സംഹൗ ദ ഡെസ്റ്റിനി ഹാസ് വാട്ടെവർ ഇറ്റ് ഈസ്. അപ്പം ഈശോ നടത്തിയ അത്ഭുതങ്ങളെല്ലാം ഈ ഗലീലി തടാകത്തിന് ചുറ്റുമായിരുന്നു. എനിവേ, അപ്പൊ നമ്മുടെ പോയിന്റ്, നമ്മൾ എന്ത് ക്രിസ്ത്യനാ? അതിനോ നിങ്ങളെല്ലാവരും ഡബിൾ സീ ഓഫ് ഗാലിലി ആണ് ഇപ്പോ. പക്ഷെ നമ്മളിത് മനസ്സിലാക്കണം, നമ്മൾ ഒരു സ്റ്റാഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. സ്റ്റാഗ്നൻസി ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉടനെ കൊടുക്കുക, കിട്ടുന്നത് മുഴുവൻ ഉടനെ കൊടുക്കുക. അപ്പൊ ഈ ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ പെട്ടെന്ന് ഒരു ജ്വലനം ഉണ്ടാവും. വാട്ട് എവർ ഐ ഗെറ്റ് ഐ ഷുഡ് ഗിവ്. നമ്മൾ കൊടുക്കും തോറും നമുക്ക് അഭിഷേകം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഈശോ പറഞ്ഞേക്കുന്ന ഒരു വചനം, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. ഇപ്പൊ ഈ ആ താലന്തിന്റെ ഉപമ പറഞ്ഞപ്പോഴും ഒരുവന് 5 കിട്ടി, അവനത് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ആ ഉപമയിലെ മനസ്സിലാക്കണം, ആ ഉപമയും ഒരു ഫരിസേയന്റെ കഥയാണത്. അതിനകത്ത് ഒരുവന് ഒരെണ്ണം ഉണ്ടായത് അവൻ കുഴിച്ചിട്ടു. എന്തുകൊണ്ട് അവൻ കുഴിച്ചിട്ടു? അപ്പൊ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച്, ലൂക്ക 19 ആ ഉപമ അനുസരിച്ച് അവൻ പറയാണ്, എനിക്കറിയാം നീ ഒരു കർക്കശക്കാരനായിരുന്നു. കണ്ടോ, ഞാൻ പറയാണ്, ആ ഹോൾ ചാപ്റ്ററിന് ഈ ഒരു വാക്കിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും മുഴുവൻ പോകേണ്ടത്. നീ കർക്കശക്കാരനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് കുഴിച്ചിട്ടു. കേട്ടോ, ഇപ്പൊ ദൈവനീതിയുടെ കോണ്ടസ്റ്റാണിത്. മറ്റുള്ളവര് ദൈവനീതി അറിയാവുന്നത് കൊണ്ട് അവര് അത് ദൈവത്തിന്റെ ആ കരുണയും സ്നേഹവും അനുഭവിക്കുന്നത് കൊണ്ട് അവരത് മൾട്ടിപ്ലൈ ചെയ്തു. ഇവൻ അത് അനുഭവിക്കാത്തത് കൊണ്ട്, കർക്കശക്കാരനായതുകൊണ്ട് അവൻ കുഴിച്ചിട്ടു. സോ ഈസ് നോൺ പ്രൊഡക്റ്റീവ്. മനസ്സിലാണ്ടാവും ഉപമയുടെ അർത്ഥം. ഈ ഉപമകളെ തന്നെ എടുത്ത് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരുത്തര് 5 ഉണ്ടായത് 10 ആക്കി, 2 ഉണ്ടായത് 4 ആക്കി, 1 ഉള്ളവൻ കുഴിച്ചിട്ടു. ആ 1 എടുത്ത് 10 ഉള്ളവർ കൊടുത്തിട്ട് പറഞ്ഞു, ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. അല്ല, അവന് ഇഷ്ടംപോലെ ഉണ്ട്. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അപ്പൊ ഇതൊക്കെ ഈ വരദാനങ്ങളുടെ അഭിഷേകത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ നീതി അറിയാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അതുകൊണ്ട് ചില ആളുകൾ എന്തെല്ലാം ധ്യാനം കൂടിയാലും എന്തെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഒന്നും നടക്കണില്ല. കാരണം അവർ കൊടുക്കണില്ല. കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം അവൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ്. ഇപ്പൊ ഞാൻ ഈ ഉദാഹരണം പറയുന്നത് എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് റിയലി എ വെരി ഗുഡ് വേ ഓഫ് ഗ്രോയിങ്. നിങ്ങളുടെ മിനിസ്ട്രി വളരാൻ, നിങ്ങൾ വ്യക്തിപരമായി വളരാനും. അപ്പൊ ഈ മിനിസ്ട്രിയിൽ വലിയ ഒരു ദൗത്യമാണ് നിങ്ങളുടെ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പിശാചുക്കള് അതിനെ നിർവീര്യമാക്കാൻ പല പല തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥിച്ചാലൊന്നും ഈ പിശാചിനെ പിടിക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ സാധാരണ 3-4 മണിക്കൂർ
പേഴ്സണൽ പ്രേയറൊക്കെ നടത്തി ഒരുങ്ങുന്നുണ്ട്. എനിക്ക് പോലും കർത്താവ് ഇത് കാണിച്ചു തന്നില്ല. എന്നിട്ട് പറയാണ്, നീ 3 മണിക്കൂർ പ്രാർത്ഥിക്കണം, നിനക്ക് ഈ പിശാചിനെയൊക്കെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ബാക്കിയുള്ളവർ പറയാണ്, തോമസ് പോളിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താ? ശരിക്കും അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ കണ്ണു തുറപ്പിച്ചത്. നമ്മുടെ നിത്യാരാധന സെന്ററുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ശൈലി ഞങ്ങൾ എടുത്തു. ചിലവര് അപ്പൊ നമുക്ക് സന്ദേശം കിട്ടും, ഇന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടുതൽ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വേണം. അപ്പം അതുകൊണ്ട് ആരാണ് 24 hours പ്രാർത്ഥിക്കാൻ റെഡി? അപ്പോൾ ഒരാൾ തയ്യാറാവും. അപ്പോൾ ഒരാൾ പറയും, ഞാൻ അടുത്ത ദിവസം ഇരിക്കാം. അങ്ങനെ ചില സമയത്ത് ഒരാഴ്ച, 1 after another നമ്മൾ 24 hours ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അതിൽ ആ ഒരു വ്യക്തിക്ക് വലിയ അഭിഷേകം ഉണ്ടാവും. അതുകൂടാണ്ട് ആ സമയത്ത് ഒരു വാർഫെയർ, ശരിക്കും ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കും. ഓക്കെ, അപ്പം നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒന്ന് പരിശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രധാനമായിട്ട് ഇതാണ്, ആദ്യം തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രേയർ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് സ്നേഹത്തിലേക്ക് വരണം. അതിനുശേഷം സങ്കീർത്തനങ്ങൾ എടുത്തിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മളത് കാര്യം ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഈശോ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമുക്ക് പകരം നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമുക്ക് അവിടെ എക്സസൈസ് ചെയ്യാം. അവിടെ എന്താണ് ഈശോ പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനങ്ങളിലൂടെയും സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയിലൂടെയും യോഹന്നാൻ 17-ാം അധ്യായത്തിലൂടെയും. അതൊക്കെ ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ യോഹന്നാൻ 17-ാം അധ്യായം എടുത്തുകൊണ്ട് അതിനകത്ത് ഓരോ വാക്കും എടുത്തുകൊണ്ട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതെടുക്കാം. സങ്കീർത്തനങ്ങൾ, ഏതെങ്കിലും സങ്കീർത്തനം എടുക്കാം. അതിൽ പ്രത്യേകമായിട്ടുള്ള ഈ 61-ാം സങ്കീർത്തനം, അല്ലെങ്കിൽ 42-ാം സങ്കീർത്തനം, അല്ലെങ്കിൽ 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവമാണ്. അതായത് ഈശോയുടെ കുരിശുമരണത്തെ ഈശോ കുഞ്ഞുനാൾ മുതലേ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അവരോരോ ദിവസവും ഈ സങ്കീർത്തനം പാടുമ്പോൾ ഈ അമ്മയും മോനും, അമ്മയ്ക്കത് മനസ്സിലായിട്ടുണ്ടാകണം, മോനെ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ കൈവെടിഞ്ഞു? കേട്ടോ, എലീ എലീ ലമാ സബക്താനി സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനമാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അന്നേ മുതൽ എല്ലാ ദിവസവും ഇത് പാടി ഒരുങ്ങിയത്. അപ്പൊ ചിലർ ചോദിക്കും, യേശു കുരിശിലാണ് മരിച്ചതെന്നുള്ളതിന് എന്താ തെളിവ്? യേശു മരത്തിൽ തൂങ്ങി മരിച്ചെന്നൊക്കെ അല്ലേ പറയണത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയല്ലേ. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കുരിശ്. കുരിശല്ലേ നമ്മുടെ രക്ഷ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയം ഉണ്ടെന്നൊന്നും പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ആർഗ്യുമെന്റ് ചെയ്യാനൊന്നും തയ്യാറല്ല. എനിക്ക് വിശ്വാസത്തിൽ വിശ്വസിക്കില്ലെങ്കിൽ വേണ്ട. എല്ലാ കാര്യവും ഇപ്പം അറിയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളവൻ അറിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഒന്നും പഠിപ്പിക്കാനും നമ്മൾ പോകണ്ട. മനസ്സിലായിട്ടുണ്ടോ? ഈ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിയരുത് എന്ന് പറഞ്ഞത്. എല്ലാവരെയും ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും അത് അറിയാൻ ആഗ്രഹമുള്ളവൻ ആഗ്രഹത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം. അല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ടുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ സങ്കീർത്തനം 22-ൽ പറയുന്നുണ്ട്, അവരെന്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും. കണ്ടോ? അവരെന്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. എവിടെയാണത്? 22-ാം സങ്കീർത്തനം 16. കണ്ടോ? എൻ്റെ അണ്ണാക്ക് 15 മുതൽ, എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു.
എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു. ശരിക്കും ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു അനുഭവിക്കുന്ന അവസ്ഥയെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിലൂടെ സങ്കീർത്തനമായിട്ട് ഈശോ തന്നെ പ്രവചിച്ചിരിക്കുകയാണ്. അവിടുന്ന് എന്നെ മരണത്തിന്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അതാണ് ചുറ്റും കൂടി ഈശോനെ പീഡിപ്പിക്കുന്നവർ. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവരെന്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. കണ്ടോ? അപ്പൊ ഈ കൈകാലുകൾ കുത്തിത്തുളയ്ക്കണത് എന്ത് സിറ്റുവേഷനില്ല? കുരിശിൽ ആണിയടിക്കുമ്പോഴല്ലേ. കൈകളും കാലുകളും കുത്തിത്തുളയ്ക്കണമെങ്കിൽ മരത്തിൽ തൂങ്ങുമ്പോൾ നടക്കൂലല്ലോ. മനസ്സിലായോ? സോ ദിസ് ഇസ് എ വെരി ഗുഡ് റെഫറൻസ്. ഈശോയെ കൈകാലുകൾ കുത്തിത്തുളച്ച് കുരിശിൽ ആണ് ഈശോ. അപ്പൊ ഈ സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സംഭവത്തെ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് ഈ സങ്കീർത്തനം പാടിയതാണ് ഏലി ഏലി ലാമ സബക്താനി എന്ന് പറയുന്നത്. എന്നിട്ട് അവരെന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. അപ്പോ കൈകാലുകൾ കുത്തിത്തുളച്ചു കഴിഞ്ഞ് ഈശോ ഇങ്ങനെ കുരിശിൽ കിടന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ബഹളം. എന്താ അവിടെ ബഹളം? ഈശോയുടെ അങ്കിക്കായി അവർ ബഹളം. മനസ്സിലായോ? അതാണ് അവിടെ അവർ നറുക്കിട്ട് എടുക്കുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ മുറിച്ച് പങ്കിടുന്നു. അല്ലോ, എത്ര ആക്യുറേറ്റ് ആയിട്ട് ഈ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രവചനം ഈശോയുടെ കുരിശ് മരണത്തിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് ആലോചിച്ചു. ഇത് നമ്മൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പാടുമ്പോഴും അല്ലെങ്കിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ആ പീഡാനുഭവത്തിൻ്റെ അവസ്ഥ നമ്മളിതങ്ങ് പ്രതിഫലിക്കും. അപ്പോൾ നമുക്കും 5% ഈ കൈകാൽ കുത്തിത്തുളയ്ക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ കുറെ സമയം ഈ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ വേദനിക്കണം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വേദന ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ കയ്യിലായിരിക്കാം, ചിലപ്പോൾ തലയിൽ ഉള്ള മുറിവിലായിരിക്കാം, ചിലപ്പോൾ തോളിലെ കുരിശ് എടുത്തോട്ടായിരിക്കാം, ചിലപ്പോൾ ചങ്കിൽ. ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. മറ്റൊന്നും പ്രത്യേകിച്ച് ഫോണൊന്നും നോക്കാതെ ശരിക്ക് ഈശോയുടെ ആ പീഡാനുഭവത്തെ നമുക്ക് ധ്യാനിക്കുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് പൗലോസിന്റെ ആ ലേഖനത്തിൽ പറയുന്നത്. അവസാനമായി കർത്താവിലും അവന്റെ ശക്തിയുടെ പ്രാഭവത്തിലും നമ്മൾ കരുത്തുള്ളവർ. അപ്പൊ ഈശോ പിശാചിനെ ബഹിഷ്കരിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ വെറും വാക്കുകളും വചനങ്ങളുമല്ല, ഈശോയുടെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനവുമാണ്. ഓക്കെ, അപ്പോ ഇത് ഞങ്ങൾക്ക് കിട്ടിയ വലിയ ഒരു നേട്ടമാണ്. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയിൽ ഞാൻ വേറെ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. ആരും 24 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞാൽ വട്ടാണെന്നേ പറയുള്ളൂ. നമ്മളത് ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. പക്ഷെ ഈശോ തന്നെ നേരിട്ട് പറയാണ്, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നില്ലേ, നാളെ രാവിലെ വരെ നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വചനം നീ പൂർത്തിയാക്കും. നമുക്കിതിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. അല്ലാത്തവർ പറയും പിന്നെ ഇത് വട്ടാവോ, അവർക്ക് ഇത്രയും നേരമൊക്കെ ഇരിക്കേണ്ട എന്താ ആവശ്യം. അപ്പൊ ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഉന്നതമായ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ വേറെയും ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുമായിരിക്കും. പിന്നെയാണ് നമ്മൾ 40 ദിവസം ഉപവസിക്കുന്നതിനും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും 40 ദിവസം ഉപവസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉപവസിച്ചിട്ടുണ്ടോ? അപ്പോ അതെല്ലാം നിങ്ങളിൽ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ അതിങ്ങനെയാണ്. അതിന് ആദ്യം ഒരു 3 ദിവസം ഉപവസിക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ 5 ദിവസം ഉപവസിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ടീച്ചിങ് അനുസരിച്ച് ഈശോയുടെ മഹത്വീകൃതമായ അവസ്ഥയുമായിട്ട് നമ്മൾ ഒന്നാകുന്നതാണ് ഉപവാസം. അപ്പോൾ പ്രേരണ കിട്ടുന്നവർ മാത്രം ചെയ്താൽ മതി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച ഇരിക്കുക. അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഒരിക്കലെങ്കിലും ഒരു 40 ദിവസം ഉപവസിക്കുകയാണെങ്കിൽ അതൊരു മനോഹരമായ അനുഭവമാണ്. ആരോടും അധികം പറയണമെന്നില്ല, ആരോടും പറയരുത്. ഇനി മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഈ ഫുൾ ഉപവസിക്കാൻ പറ്റിയില്ലെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഒരു നേരം മാത്രമെങ്കിലും 40 ദിവസമൊക്കെ ഉപവസിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നല്ലതാണ്. കാരണം ഈ ഡെലിവറൻസിനെ കുറിച്ച് തന്നെ ഈശോ പറഞ്ഞേക്കണം എന്താണ്? ശിഷ്യന്മാരെ ഈശോയോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത്? അപ്പൊ ഈശോ എന്താ പറഞ്ഞത്? പ്രാർത്ഥനയും ഉപവാസം കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോകുള്ളൂ. ആ ഭാഗം ഇപ്പൊ കട്ട് ചെയ്തു, എന്നിട്ട് താഴെയാക്കി. ഇതാണ് വേറൊരവസ്ഥ. ആ ഭാഗം പഴയ ബൈബിളിലുണ്ട്. പുതിയ ബൈബിളില് അത് അടിക്കുറിപ്പിൽ ചേർത്തിട്ട് പോലാണ് പ്രാചീന ഗതികളിൽ ഇങ്ങനെ ഉണ്ടെന്ന്. ഇതെന്താണ് അവ പ്രാചീനമായത്? അപ്പോ ഇങ്ങനെ നമ്മൾ വാട്ടർ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്മീയത. ഓരോരുത്തരും ട്രാൻസ്ലേറ്റ് ചെയ്യണോരോ അല്ലെങ്കിൽ എന്തുകൊണ്ടാവണം എന്ന് അറിഞ്ഞു. ഇപ്പോഴത്തെ ബൈബിളിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും എന്നുള്ളതില്ല, പ്രാർത്ഥന കൊണ്ടെന്ന് മാത്രം. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുകയാണ് ചില പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടൊന്നും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ശുശ്രൂഷ വളരണമെങ്കിൽ എല്ലാ ശുശ്രൂഷകളും വളർന്നിട്ടുള്ളത് ഈ പ്രാർത്ഥനയും ഉപവാസം കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നിങ്ങൾ വളർന്നിട്ടുള്ളവരായതുകൊണ്ട് ഇതെല്ലാം പടിപടിയായിട്ട് നിങ്ങൾ പരിശീലിച്ചാൽ നല്ലതാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഈ കേട്ട കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ അങ്ങ് വിട്ടുകൊടുക്കൂ. കർത്താവെ, ഞങ്ങളെ നയിക്കണമേ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കങ്ങ് സ്തുതിക്കാം. ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്നതിനും ഞങ്ങളിലുള്ള വരദാനങ്ങൾ വളരുന്നതിനും ഞങ്ങളിലുള്ള കോൺഫിഡൻസ് വളരുന്നതിനും ഞങ്ങളെ വ്യക്തിപരമായിട്ട് വളർത്തുന്നതിനും ഞങ്ങളുടെ ശുശ്രൂഷയെ തന്നെ മുഴുവനും വളർത്തുന്നതിനും ശുശ്രൂഷയെ ആക്രമിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികൾക്കെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ശലബല ഹലബല. പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. ഹല്ലേലൂയ, ശലബല ഹലബല. കർത്താവേ, ഞങ്ങൾ ഈ അന്ധകാര ശക്തികൾക്കെതിരായി പടപൊരുതാൻ തയ്യാറാണ്. ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ വീര്യം വർദ്ധിപ്പിക്കണമേ. ഹലബല 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 ഹലബല. ഞങ്ങളുടെ അഭിഷേകം തുറക്കണമേ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്തുന്ന അഭിഷേകം ഞങ്ങളിൽ തുറക്കണമേ. അഭിഷേകം തുറക്കണമേ. ധാരാളം അഭിഷേകം, അഭിഷേകം. Let the anointing of the Lord come down. Let the anointing of the Lord come down. Hallelujah, hallelujah. Give me oil in my lamp. അത് വെച്ചുകൊണ്ട് ഒന്ന് ശരിക്കും പാടി സ്തുതിച്ചൊന്നും കൂടി അഭിഷേകത്തിന് അതെനിക്ക് പാടാനാണ്. അത് അഭിഷേകമാണ്. Come on, എല്ലാവരും. Oil in my lamp. Yes. അഭിഷേകം, anointing. Burning till the end, oh
Sing Hosanna, sing Hosanna, sing Hosanna to the King of Kings. Come on and sing Hosanna, sing Hosanna, sing. Come, Holy Spirit. Come, Holy Spirit. Open the anointing. Open the anointing. Sharakira labara. Come, Holy Spirit. Open the anointing. Alabara. Kira labara. Kira labara. Harakira labara. Kira labara makara. Arru labara makara. Kira labara makara. Kira labara makara. Hallabara kira. Kira labara marakira. Kira labara marakira. Shalaba, 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 shalaba. ദാ ഒരു പ്രവചനം വരുന്നു. പ്രവചനം വരുന്നു. My beloved people, I have empowered you with the highest anointing. Use my highest anointing. I am with you. I am in you. I have given you my body. I have given you my blood. I have given you my word. I have given you my spirit. I have given you my threefold anointing. Praise the Lord. Praise the Lord. ശാലബല ഒരിക്കൽ കൂടി ഈ അഭിഷേകം ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, ഈ അഭിഷേകം ഞങ്ങൾ സ്വീകരിക്കുന്നു. ശാലബല ശാലബല എല്ലാ അന്ധകാര ശക്തികളും ദൂരെ പോകട്ടെ. ഞങ്ങളിലുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുവേൻ. ഞങ്ങളിലുള്ള അഭിഷേകത്തെ ജ്വലിപ്പിക്കുവേൻ. ശുരുഹീര ഹീര ശുരുഹീര ഹീര ലബറ മക്കറ ഹീര ഉറുല മക്കറ ഹീര ഹീരിയ ലബക്കറ ഹീര. എന്റെ ജനമേ, ഞാൻ നിങ്ങളിൽ ജ്വലിക്കുന്നു. ഞാൻ നിങ്ങളെ ജ്വലിപ്പിക്കുന്നു. നിങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും ഒരു പുതിയ ആത്മീയ വീര്യം ഞാനിതാ തുറക്കുന്നു. ലോകം മുഴുവനിലേക്കും നിങ്ങളിലൂടെ ഒരു പുതിയ ശൈലി ഞാൻ തുറക്കുന്നു. ശലഹലബല ശലഹലബല. ഈ പ്രവചനം ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. ഈ പ്രവചനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ശലഹലബല ശലഹലബല ശലഹലബല. ഇപ്പൊ ഒരാളുടെ നടുവിന് ഉണ്ട വലിയ വേദന അവിടെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് കാണുന്നു. നടുവേദനയുള്ള ഒരാളുടെ ആ നടുവിനിങ്ങനെ കർത്താവ് കൈ വെച്ച് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. നടുവേദന ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷൻ ആയിട്ടാണത്. ആർക്കാണ് ആ സൗഖ്യം കിട്ടുന്നത്? ഇപ്പോൾ കർത്താവ് സ്പർശിക്കുന്ന ഒരു അനുഭവം ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? കർത്താവ് കൈകൊണ്ട് നടുവിൽ ഇങ്ങനെ സ്പർശിക്കുന്ന അനുഭവം. ശലഹലബല ഹലബല ഹലബല ശലഹലബല ഹലബല ഹലബല. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഈ അഭിഷേകം ഞങ്ങളിൽ ജ്വലിക്കുകയും ഈ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനിലും പുതിയ ശൈലി ഉണ്ടാക്കുന്നു എന്നാണ് പറയണത്. നിങ്ങൾ എഴുതി വയ്ക്കൂ, വിശ്വസിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്ക് കുർബാനയ്ക്ക് തയ്യാറാകാം.